കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ അതാണ് ഇന്നത്തെ സ്റ്റാർ. അപ്പം ദിസ് ഈസ് ഡേറ്റ് ഓഫ് ക്രിസ്മസ് സീരീസ് ആൻഡ് ദ റെസിപ്പി കേരള ചിക്കൻ ഫ്രൈ. 3 സ്റ്റെപ്സിൽ 8 മിനിറ്റ് കൊണ്ട് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അപ്പം സ്റ്റെപ്പ് 1, ആഡ് ദിസ് മസാല ഇൻ ടു എ ബൗൾ. ഈ മസാല എന്ന് പറയുന്നത് 50 ഗ്രാം ഓഫ് മസാലയാണ്. അതിലോട്ട് 50 ml ഓഫ് വാട്ടർ ആഡ് ചെയ്ത് ഒരു സ്മൂത്ത് ബാറ്ററായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇനി സ്റ്റെപ്പ് 2, ആഡ് 500 ഗ്രാം ഓഫ് ചിക്കൻ. ദെൻ നന്നായിട്ട് മസാലയൊക്കെ കോട്ട് ചെയ്ത് വേണമെങ്കിൽ ഒരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഈ കളർ വന്നു എന്ന് ചിന്തിക്കേണ്ട. ഇത് പെപ്രിക്ക പൗഡറും കാശ്മീരി ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു കളർ കിട്ടുന്നത്. ഇനിയിപ്പോൾ എന്താ ലാസ്റ്റ് സ്റ്റെപ്പ്, ഡീപ് ഫ്രൈ ഇൻ ടു എ കോക്കനട്ട് ഓയിൽ. ഇത് നാടനാണല്ലോ, അപ്പം വെളിച്ചെണ്ണ തന്നെ മതി. ഈ ഫ്രൈ ഐറ്റംസിലൊന്നും ഹെൽത്തി ഓപ്ഷൻ ഒന്നും നോക്കാനേ പറ്റത്തില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ 8 to 10 മിനിറ്റ്സ് കൊണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയാകും. ചിക്കൻ തിരിച്ചിടാൻ നേരത്ത് കോട്ടിങ് ഇളകി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടായിരിക്കും. ആ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ തട്ടുകടയിലൊക്കെ കിട്ടുന്ന നല്ല നാടൻ ചിക്കൻ ഫ്രൈ റെഡിയായി. ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പം ഡേ 3 ഓഫ് ക്രിസ്മസ് സീരീസുമായിട്ട് നാളെ കാണാം. ബൈ.